എന്തുകൊണ്ടാണ് നമ്മുടെ നേഴ്സസ് ഒക്കെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കൺട്രി ഫസ്റ്റ് ഒരു പ്രയോറിറ്റിയിൽ വെക്കുന്നത്? ഓക്കെ, ഇതിന് വിജയമുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ചിലവർ ആക്ച്വലി ഓസ്ട്രേലിയയിൽ മാത്രം പോവുള്ളൂ എന്ന് നിർബന്ധമായിട്ട് ട്രൈ ചെയ്യുന്ന കുറച്ച് നേഴ്സസ് ഉണ്ട്. അപ്പോൾ അവർ ആ ഒരു റിക്വയർമെൻറ്റിന് വേണ്ടി അവർ ട്രൈ ചെയ്യും. അവർ ആ ഒരു സ്കോർ കിട്ടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ചിലവർ കിട്ടുന്ന സ്കോർ വെച്ചിട്ട് അവർ ക്ലബ് ചെയ്ത് വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് പോയതിന് ശേഷം പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകും. ഓക്കെ, അപ്പം ആ പല ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. ഒന്ന്, അവരുടെ ചിലവർക്ക് വെതർ ഭയങ്കര പ്രശ്നമായിരിക്കും, ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അപ്പോൾ ഓസ്ട്രേലിയ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറാണ്, എസ്പെഷ്യലി ബ്രിസ്ബെയിനിലൊക്കെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ക്ലൈമറ്റാണ്, ക്യൂൻസ്ലാൻഡൊക്കെ. അപ്പോൾ ആ ഒരു വെതർ നോക്കി പോകുന്ന ആൾക്കാരുണ്ട്. ചിലർ കുറച്ചും കൂടി നല്ലൊരു എഡ്യൂക്കേഷൻ ചിൽഡ്രൻസിന് കിട്ടാനായിട്ട് അത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലവർ പേ സ്കെയിൽ, മെയിൻലി പേ സ്കെയിൽ നോക്കുന്നുണ്ട്, അതൊരു ഫാക്ടറാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും എല്ലാ ഓപ്ഷൻസും ടിക്ക് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ് വെൻ കമ്പയർ ടു ഇപ്പോൾ UK ആണെങ്കിലും ന്യൂസിലാൻഡ് കുറച്ചുകൂടി ഫാർ അവേ ആണ്. അപ്പോൾ നാട്ടിലേക്ക് വരാൻ ഈസിയാണ്. പിന്നെ വെതർ നല്ലതാണ്, നല്ല പേ ആണ്, കുറച്ചും കൂടി നല്ല എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എസ്പെഷ്യലി അവർ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കൺട്രി ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ഓക്കെ.